കാലപ്പഴക്കത്തെ തുടർന്ന് ബലക്ഷയത്തിലായ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഡിപ്പോ പണിയുന്നതിനാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്നത്. 15 കോടി രൂപ ചെലവഴിച്ച് 2000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിട സമുച്ചയമാണ് പുതിയതായി പണിയുക. ആദ്യഘട്ടത്തിന് 11.5 കോടി ചെലവാകും. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. MC റോഡിന്റെ വികസിപ്പിക്കാനുള്ള പദ്ധതിയുള്ളതിനാൽ റോഡരികിൽ നിന്ന് മാറ്റിയായിരിക്കും കെട്ടിടങ്ങൾ പണിയുന്നത്. ബസ് സ്റ്റേഷന്റെ തെക്കുവശത്ത് ബദേൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ 4 നിലകളോട് കൂടിയ മെയിൻ ബ്ലോക്കും എതിർഭാഗത്ത് MC റോഡരികിൽ 2 നിലകളോട് കൂടിയ ഫ്രണ്ട് ബ്ലോക്കുമാണ് പണിയുന്നത്. ഈ 2 കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ തുരങ്കപാതയും ഉണ്ടാകും. സംസ്ഥാനത്ത് ആദ്യമായാണ് KSRTC ബസ് സ്റ്റേഷനിൽ ഇത്തരമൊരു പാത നിർമ്മിക്കുന്നത്. ഞാൻ ചെങ്ങന്നൂർ KSRTCയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായി പോസ്റ്റ് തുടരുകയാണ്. നമ്മുടെ ഈ KSRTCയുടെ കെട്ടിടം വളരെയേറെ കാലപ്പഴക്കം ചെന്നാണ്. എന്നത് കൂടാതെ പല ഭാഗങ്ങളിലും ലീക്കും കാര്യങ്ങളും മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ സജീവ് ചെറിയാൻ മിനിസ്റ്റർ ബന്ധപ്പെട്ട് ഇതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇവിടുത്തെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി അടിയന്തരമായി ചില മീറ്റിങ്ങുകളൊക്കെ വെച്ചു. ഇതിനുള്ള ഫണ്ട് അദ്ദേഹത്തിന് അനുവദിച്ചു. KSRTCയുടെ സഹകരണത്തോടുകൂടി ഇത് പുതിയ ബിൽഡിംഗ് പണിയാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ PWD വർക്കിന് കൊടുത്തു. അതിനുശേഷം പിന്നെ പഴയ കെട്ടിടം ടെൻഡർ വെച്ചിട്ട് പൊളിച്ചു മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളും നടപടികളൊക്കെ തീരുമാനിച്ചു. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പുതിയ ബിൽഡിംഗ് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട്, ഈ കിണറിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വന്ന് പുതിയ ബിൽഡിങ്ങും, അപ്പോൾ അവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പ് നമ്മൾ റോഡ് സൈഡിലോട്ട് മാറ്റി വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ഉടനെ തന്നെ നടക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ സജീവ് ചെറിയാൻ സാറിൻ്റെ ഫണ്ട് ബഹുമാനപ്പെട്ട MLA ഇതിനകത്ത് മുൻകൈ എടുത്തതാണ്. ചെങ്ങന്നൂരിൻ്റെ ഹൃദയഭാഗത്തെ ഒരു കെട്ടിടം വളരെ ആത്മാർത്ഥമായി അദ്ദേഹം ഫണ്ട് പെട്ടെന്ന് തന്നെ അലോട്ട് ചെയ്തു. KSRTC കെട്ടിടം വളരെ പഴക്കം ചെന്നതും വളരെ ഭാഗങ്ങളിൽ ലീക്കും കാര്യങ്ങളും മഴ പെയ്താൽ വളരെയേറെ ബുദ്ധിമുട്ടുമായിരുന്നു. ഇതിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി മന്ത്രി സജീവ് ചെറിയാൻ ഇടപെടുകയും നിലവിലെ കെട്ടിടം പൊളിച്ച് പുതിയത് പണിയുന്നതിനുള്ള ഫണ്ടും അനുവദിച്ചു. KSRTCയുടെ സഹകരണത്തോടെ പ്ലാനും എസ്റ്റിമേറ്റും എടുത്തു. പൊതുമരാമത്ത് വകുപ്പിന് വർക്കും കൊടുത്തു. നിലവിൽ അകത്തുള്ള പെട്രോൾ പമ്പ് റോഡ് സൈഡിലോട്ട് മാറ്റി സ്ഥാപിക്കും. ചെങ്ങന്നൂർ MLAയും മന്ത്രിയുമായ സജീവ് ചെറിയാൻ പ്ലാൻ റെഡിയാകുന്നതിനു മുൻപേ ഫണ്ട് റെഡിയാക്കിയിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടലിലും ചെങ്ങന്നൂർ KSRTCക്ക് പുതിയ കെട്ടിടം പെട്ടെന്ന് അനുവദിക്കാൻ കാരണമായതായി KSRTC ചെങ്ങന്നൂർ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സജി പറഞ്ഞു. മെയിൻ ബ്ലോക്കിന്റെ നിർമ്മാണമാണ് ആദ്യം തുടങ്ങുക. ഈ ബ്ലോക്കിനോട് ചേർന്ന് 8 ബസ്സുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യുവാൻ കഴിയും. ശബരിമല തീർത്ഥാടകർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഉപകാരപ്പെടുന്ന നിലയിൽ ചെറിയ നിരക്കു നൽകി ഉപയോഗിക്കാവുന്ന ഡോർമെറ്ററികൾ ഈ ബ്ലോക്കിലുണ്ടാകും. പ്രധാന ഓഫീസ് ജീവനക്കാരുടെ വിശ്രമമുറികൾ, ശൗചാലയം, മറ്റു വാഹനങ്ങൾക്കായി അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളുമുണ്ട്. 1963 പണിത നിലവിലുണ്ടായിരുന്ന കെട്ടിടം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. പല ഭാഗങ്ങളും അടർന്നു വീഴുന്നുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഓഫീസ് ഗ്യാരേജിന്റെ മുകളിലത്തെ നിലയിലേക്കും മാറ്റിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.